അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസവുമായി ബന്ധപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ നോമ്പുകളെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. നോമ്പ് പിടിക്കാത്തവർ മിസ്കീന്മാർക്ക് ഫിദിയ കൊടുക്കണം. അപ്പോൾ മിസ്കീന്മാർക്ക് ഫിദിയ കൊടുക്കുമ്പോൾ ത്വആം ഭക്ഷണമായി തന്നെ കൊടുക്കണമെന്ന് ഖുർആനിൻ്റെ സൂചനയുണ്ട്. അപ്പോൾ പാവപ്പെട്ട പ്രയാസമുള്ള സാധുക്കളായ സഹോദരങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ എണ്ണത്തിന് അടിസ്ഥാനപ്പെടുത്തി ഫിദിയ കൊടുക്കാം. ആ ഫിദിയ എന്ന് പറയുന്നത് ഏകദേശം 750 ഗ്രാം ഭക്ഷണം എന്ന രൂപത്തിലൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അവ ഭക്ഷണമായിട്ട് കൊടുക്കുന്നതിന് പകരം പൈസയായിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ സ്വീകരിച്ചൊരു നിലപാട് ഭക്ഷണമായിട്ട് തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം 30 പാവപ്പെട്ട മിസ്കിന്മാരെ വിളിച്ചു, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് ഫിദിയ നൽകിയെന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഫിഅലു സ്വഹാബ, പ്രവാചക കൽപ്പന, അതേപോലെ ആയത്തിലുള്ളത് പ്രവാചക കൽപ്പനകൾ, ഫിഅലു സ്വഹാബ, ഇതൊക്കെ നോക്കിയാൽ ഭക്ഷണമായിട്ട് തന്നെയാണ് ഫിദിയ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണമായി തന്നെ ഫിദിയ കൊടുക്കണം എന്നുള്ളതിനാണ് ഭൂരിപക്ഷ അഭിപ്രായവും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഷാഫി മദ്ഹബാണെങ്കിലും മാലിക്കി മദ്ഹബാണെങ്കിലും ഹംബലി മദ്ഹബാണെങ്കിലും ഒക്കെ ഭക്ഷണം ഫിദിയ ഭക്ഷണമായി നൽകണം, പൈസയായി നൽകിയാൽ ശരിയാവില്ല എന്ന ചർച്ചകൾ പോലും ഇത്തരം മദ്ഹബുകളിൽ കാണാൻ കഴിയും. ഏതായാലും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, മിസ്കീന്മാർക്ക് ഫിദിയയായി ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണമായി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പൈസയെക്കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്, ത്വആം എന്നാണ്, ഭക്ഷണം എന്നാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.